ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് മഷ്റൂം വെച്ചിട്ടൊരു നല്ല കറി ഉണ്ടാക്കാം. നമുക്ക് അത്താഴത്തിന് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇതാണ് നല്ല മഷ്റൂം. വലിയ മഷ്റൂം കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യാം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ജീരകം ഇട്ട് പൊട്ടിക്കാം. പിന്നെ ഉള്ളി വഴറ്റാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി ഇടാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല പൗഡറാണിത്. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമില്ലേ, അതിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് മഷ്റൂമിൻ്റെ വെള്ളം നന്നായിട്ട് ഇളകി വരുന്നത് വരെ നമുക്ക് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതാണ്. ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇത് കുറുകിയ ടൈപ്പിലുള്ള ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടിച്ച് വെക്കാം. ഫ്രഷ് ക്രീമും വെള്ളമൊക്കെ മിക്സായിട്ട് നന്നായിട്ട് കറി ആയിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കസ്തൂരി മേത്തി, പിന്നെ മല്ലിയില. നമ്മുടെ നല്ല അടിപൊളി മഷ്റൂം കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് അത്താഴത്തിന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.